بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا وحبيبنا محمد الأمين وآله وصحبه أجمعين أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിൻ്റെ ഇഷ്ട അനുയായികളായി ജീവിച്ച് മരിക്കാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, പരസ്പരം ഉപദേശിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 2-3 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേക വിഷയം നിങ്ങൾക്കറിയാമല്ലോ. ചില പ്രത്യേക മേഖലകളെ സംബന്ധിച്ച് നമ്മളിൽ പലരുടെയും, നമ്മുടെ യുവാക്കളുടെ, വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പലരുടെയും റോൾ മോഡലുകളുടെ ലോകം, വസ്ത്രങ്ങളുടെ പേരുകൾ പോലും അവരുടേതാണ്, വസ്ത്രത്തിൻ്റെ സ്റ്റൈലുകൾ അവരുടേതാണ്. ആ ലോകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ കണ്ടുവല്ലോ, കേട്ടുവല്ലോ, മനസ്സിലാക്കിയല്ലോ. അതിനപ്പുറത്ത് കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരത്തിലെ മുദ്രാവാക്യങ്ങൾ ചിലത് നിങ്ങൾ കണ്ടുവല്ലോ, അല്ലേ? പിന്നെ ഗുസ്തി ചാമ്പ്യന്മാരുടെ ലോകത്ത് നിന്ന് ചില അപജയങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ആരെയൊക്കെയാണോ ആധുനിക തലമുറയുടെ റോൾ മോഡലുകളാക്കി മാറ്റുന്നത്, അവിടെ നിന്നൊക്കെയും വരുന്ന ആ പുതിയ വാർത്തകൾ നമ്മളെ തിരിച്ചറിവുള്ളവരാക്കേണ്ടവരാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്ലേക്കാർഡിൽ കണ്ട ഒരു കാര്യം എന്താ അറിയോ? ഞങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് നിങ്ങൾ ഞങ്ങളോട് പറയേണ്ടതില്ല, പക്ഷേ നിങ്ങൾ അവരോട് പറയേണ്ടത് ഞങ്ങളെ റേപ്പ് ചെയ്യരുത് എന്ന് അവരോട് പറയണം എന്നൊരു പോസ്റ്റർ നിങ്ങൾ കണ്ടിരുന്നോ? എവിടെയാണ്? ഒരു വനിതാ ലേഡി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ നടത്തുന്ന സമര മുദ്രാവാക്യങ്ങൾക്കൊപ്പം ഉയർത്തിപ്പിടിച്ച ഒരു പ്ലക്കാർഡാണ്. ഏത്? ഞങ്ങളെങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല, അത് ഞങ്ങൾ തീരുമാനിക്കും, പക്ഷെ ഞങ്ങളെ ബലാത്സംഗം ചെയ്യരുത് എന്ന് നിങ്ങൾ അവരോട് പറയണം. അത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ സ്പോർട്സിന്റെ ലോകത്ത് നിന്ന്, ഗുസ്തി ഫെഡറേഷന്റെ ലോകത്ത് നിന്ന് വന്നതും? അത് തന്നെയല്ലേ നിലവിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആകത്തുകയും? ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സമൂഹം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരാണ്, നമ്മളുടെ നിലപാടെന്താണ്, നമ്മളുടെ വ്യത്യസ്തത എന്താണ്, ഈ സമുദായത്തിന്റെ അന്തസ്സിന്റെ കാരണം എന്താണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ യുറഫ്ന ഫലാ യുഗ്ദീൻ വ കാന അല്ലാഹു ഗഫൂറർ റഹീമ. നബിയെ, അങ്ങയുടെ ഭാര്യമാരോടും അങ്ങയുടെ പെൺമക്കളോടും മുസ്ലിം സഹോദരിമാരോടും ഒട്ടുക്കും അങ്ങ് പറയണം. എന്ത് പറയണം? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കാൻ അവരോട് പറയണം. ദാലിക അദ്നാ യുറഫ്ന, അന്തസ്സുള്ള, അഭിമാനമുള്ള, ആഭിജാത്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തറവാടികളാണ് ഞങ്ങളെന്നത് ലോകത്തിന് മനസ്സിലാവാനും ഫലായുഅദൈൻ, എന്റെ മക്കൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് ഗുണകരം എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആ ഒരു വാക്ക്, ആ ഒരു നിർദ്ദേശം ഏറെ പ്രസക്തമാകുന്ന സാഹചര്യമാണ്, ഏറെ പ്രസക്തമാകുന്നത് നമുക്ക് ബോധ്യപ്പെടുന്ന കാലമാണിത്. ഞങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയപ്പെടുന്നവരുടെ ലോകത്ത്, അല്ലേ, സ്ത്രീ ശരീരം വിൽപ്പന ചരക്കാക്കി വെക്കുന്ന ആ ആളുകളുടെ ലോകത്ത്, മണിക്കൂറിന്, ദിവസങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും വില വാങ്ങുന്ന സാംസ്കാരിക നായകന്മാരുടെ ലോകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയാത്ത ദുരിതത്തിലാണവർ എന്നതാണ്. എന്നാൽ മുസ്ലിം സമുദായം ഇപ്പോൾ ആരുടെ പുറകെയാണെന്നത് ഒരു ടെക്സ്റ്റൈൽസിൽ, തുണിക്കടയിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് 10 കൊല്ലം മുമ്പാണ് ഒരു തുണി എടുക്കാൻ പോയപ്പോ ഞാൻ പഠിപ്പിച്ച സ്കൂളിലെ കുട്ടിയാണ് അവിടുത്തെ സെയിൽസ്മാൻമാരിൽ ഒരാള്. അയാൾ വന്നിട്ട് ചോദിച്ചു, സാറേ താണ്ഡവം വേണോ എന്നാ. ഞാൻ ആ പേര് അങ്ങനെ തന്നെ പറയാം, മിമ്പർ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോ അത് ഒരു സൂപ്പർ സ്റ്റാർ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോ എടുത്ത തുണിയാണ്, ആ ബ്രാൻഡാണ് ഇറങ്ങുന്നത്, അതിനാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് എന്നാണ്.
അല്ലേ? ആ ലോകത്തിന്റെ അപജയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സമുദായം, ഇസ്ലാം റളീതു ബില്ലാഹി റബ്ബൻ അല്ലേ, വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന് നമ്മളോട് രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പഠിപ്പിച്ചത് എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമ്മൾ കാണണം. റളീതു ബില്ലാഹി റബ്ബൻ, എന്റെ അള്ളാഹുവിനെ, എനിക്കെല്ലാം നൽകിയ അള്ളാഹുവിനെ എന്റെ രക്ഷിതാവായി സന്തോഷപൂർവ്വം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ ഉൾക്കൊള്ളുന്ന മതത്തെ, അതിന്റെ നിയമ സംഹിതകളെ പൂർണ്ണ തൃപ്തിയോടെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, എന്നോട് ഞാൻ എങ്ങനെയാവണം, എങ്ങനെ ആയിക്കൂടാ എന്ന് പഠിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 100% എന്റെ മാതൃകാ യോഗ്യനായ നേതാവാണ് എന്ന് ഞാനിതാ സന്തോഷത്തോടു കൂടി അംഗീകരിക്കുന്നു എന്ന് പറയേണ്ടത് എത്രമാത്രം പ്രസക്തമാണ്, പ്രാധാന്യമാണ്. ഇസ്ലാം ഇതര മതങ്ങൾക്കുമേൽ, ഇതര ആദർശങ്ങൾക്കുമേൽ, ഇതര കാഴ്ചപ്പാടുകൾക്കുമേൽ, മനുഷ്യനിർമ്മിത സംഹിതകൾക്കുമേൽ ഇസ്ലാമിന്റെ മഹിമ, ഗരിമ എത്രമാത്രമാണെന്ന് തിരിച്ചറിയാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം. അതിൻ്റെ പേരിൽ ന്യായീകരിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ പോകണം എന്നതല്ല നമ്മളുടെ നിലപാട്. അത് ഞങ്ങളുടെ റോൾ മോഡലുകളാണ്, അതുകൊണ്ട് അവർക്ക് എന്തായാലും കുഴപ്പമില്ല എന്നതല്ല നമ്മളുടെ നിലപാട്. നമ്മളുടെ റോൾ മോഡൽ എവിടെയാണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാന്റെ റസൂലിലാണ് നമുക്ക് റോൾ മോഡൽ ആയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പരിശുദ്ധ ഖുർആനാണ് ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏത് ലോകത്തോടും, ഏത് കാലത്തോടും, ഏത് സമൂഹത്തോടും ഇതാണ് ഉത്തമം എന്ന് ഉറച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുന്ന നിലപാടുകളാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്രാഇന്റെ 9-ാമത്തെ ആയത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാലത്തെ തിരിച്ചറിയുക, കാലത്തിന്റെ വർത്തമാനകാല സാഹചര്യങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്കുള്ള വഴി എത്രമാത്രം എളുപ്പമാണ് എന്നത് ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സമ്പൂർണനായ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിരന്തരമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, കൃത്യമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ അംഗീകരിക്കുന്ന, ഇസ്ലാമിന്റെ നയനിലപാടുകളോട് ആദര ബഹുമാനങ്ങൾ പുലർത്തുന്ന, അത് ജീവിതത്തിൽ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി നിലനിർത്താൻ ശ്രമിക്കുന്ന യഥാർത്ഥ മുഅ്മിനീകളായി ജീവിക്കാനും മരിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരും തലമുറകളെയും അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ പൈശാചികത നിന്നും എല്ലാവിധ ആധുനിക സംസ്കാരങ്ങളിൽ നിന്നും ഇസ്ലാമിന്റെ സംസ്കാരമാണ് ഏറ്റവും മികച്ചത് എന്ന തിരിച്ചറിവിലേക്ക് ഈ സമുദായത്തിന് മാറാൻ ഈ സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാത്തരം വീഴ്ചകളിൽ നിന്നും, വിശിഷ്യ ആദർശ രംഗത്തും നമസ്കാരത്തിന്റെ മേഖലയിലും ഉണ്ടായ വീഴ്ചകൾ റഹ്മാനായ റബ്ബെ മാപ്പാക്കി തരയണമേ. ഞങ്ങൾക്ക് അള്ളാഹുവെ ഞങ്ങളുടെ തൗബ സ്വീകരിക്കണമേ റഹ്മാനെ. ഇനി അങ്ങോട്ടുള്ള കാലത്ത് കൃത്യമായി ഒരു നിലപാടുകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തിയിട്ട് ഒട്ടും വീഴ്ച വരുത്താതെ മുന്നോട്ട് പോകാൻ, നിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖുള്ള നൽകപ്പെടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളുടെ ചെറുതും വലുതുമായ രോഗങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നീക്കി തരയണമേ റഹ്മാനെ. ഇസ്ലാമിനെ അന്തസ്സായി കാണാൻ, അതിന്റെ നിലപാടുകളെ അഭിമാനത്തോടു കൂടി സ്വീകരിക്കാനുള്ള ഈമാൻ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أحينا مسلمين وأمتنا مسلمين والحقنا بالصالحين. اللهم أعز الإسلام والمسلمين. اللهم أجرنا وأجر والدينا وأغننا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا. توفنا مسلمين وألحقنا بالصالحين وصلى الله وسلم على محمد.